ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ മൊബൈലിന്റെ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ട്രിക്കുമായിട്ടാണ്. അതായത് ഫ്ലിപ്പ് ടു മ്യൂട്ട് അല്ലെങ്കിൽ ഈസി മ്യൂട്ട് എന്നതാണ് ഈ ഒരു ട്രിക്കിന്റെ പേര് എന്ന് പറയുന്നത്. ചിലർക്കെങ്കിലും ഈ ഒരു ട്രിക്കിനെ കുറിച്ച് അറിയാമായിരിക്കും, എന്നാൽ അറിഞ്ഞൂടാത്തവർ തീർച്ചയായും ഈ ഒരു ട്രിക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് എന്താണ് ഫ്ലിപ്പ് ടു മ്യൂട്ട് അല്ലെങ്കിൽ ഈസി മ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഗുണകരമായിട്ടുള്ളത്, ഇത് എങ്ങനെ നമ്മുടെ മൊബൈലിൽ എനേബിൾ ചെയ്യാം, ഇതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളത് മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും. സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് വരുന്ന ബെൽചിനത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്ലിപ്പ് ടു മ്യൂട്ട് എന്ന് പറയുന്ന ഫീച്ചർ എന്താണെന്ന് പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻകമിംഗ് കോളുകൾ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ടൂൺ കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കോൾ വരുന്ന സന്ദർഭങ്ങൾ ചിലപ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യേണ്ടി വരാത്ത സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്താൽ പ്രശ്നമാകും, അല്ലെങ്കിൽ ചില ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല, എന്നാൽ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ നമുക്കത് കട്ട് ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിംഗ് ടൂൺ നിങ്ങൾക്ക് സൈലന്റ് ആക്കി വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ വേറെ സ്വിച്ചിലോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോൺ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു വെക്കുക, അതിനുശേഷം നേരെ വെക്കുകയാണ്. തിരിച്ചു വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവും, നമ്മുടെ റിംഗ് ടൂൺ സൈലന്റ് ആവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ റിംഗ് ടൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇൻകമിംഗ് കോളിൽ വരുന്ന റിംഗ് ടൂൺ നമുക്ക് സൈലന്റ് ആക്കി വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തിരിച്ചു നേരെ വെക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സൈലന്റ് ആയിക്കോളും, നിങ്ങളെ റിംഗ് ടൂൺ സൈലന്റ് ആയിക്കോളും. അപ്പോൾ ഇതിന് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. പല ഫോണുകളുടെ മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചും ഇതിന്റെ പേരും അതുപോലെ തന്നെ സെറ്റിംഗ്സിലും ഒക്കെ ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഉണ്ടാവും. അത് എനേബിൾ ചെയ്യേണ്ട സെറ്റിംഗ്സിലും മറ്റുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഉണ്ടാവും. നിങ്ങൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കുറച്ച് മൊബൈലിലെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സാധാരണയായിട്ടുള്ള ഏകദേശമുള്ള എല്ലാവരുടെ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് കോൾ സെറ്റിംഗ്സ്, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൽ കോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാണ്. ആ ഒരു കോൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്പ് ടു മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധ്യമാണ്. നിങ്ങൾക്ക് അവിടെ വഴി നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാവുന്നതാണ്. എന്നാൽ MIUയുടെ റോം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്മിയുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടെ കോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഇൻകമിംഗ് കോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു മറ്റൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലിപ്പ് ടു മ്യൂട്ട് എന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ് ടു ഇൻകമിംഗ് കാൾ സൈലന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പോയുടെയോ അല്ലെങ്കിൽ റിയൽമിയുടെയോ ഒക്കെ സെറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ സ്മാർട്ട്സ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗസ്റ്റർ ആൻഡ് മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാണ്. അതിൽ നിങ്ങൾക്ക് സ്മാർട്ട് കാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ സ്മാർട്ട് കാൾ എന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കും ഫ്ലിപ്പ് ടു മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ്. അല്ല, നിങ്ങൾ സാംസങ്ങിന്റെ മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഗസ്റ്റർ ആൻഡ് മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈസി മ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ ഒരു ഈസി മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിലും എനേബിൾ ആവുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഏകദേശമുള്ള എല്ലാ ഫോണുകളിലും കോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഫീച്ചറിലാണ് ഈ ഒരു ഫ്ലിപ്പ് ടു മ്യൂട്ട് എന്നോ അല്ലെങ്കിൽ ഈസി മ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് സെർച്ച് ഓപ്ഷനിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശം എല്ലാവരുടെ മൊബൈലും ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.